ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും കയ്യിലും ഇതുപോലത്തെ ചെറിയ സ്പ്രേയുടെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ കളയാതെ ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ചതുരത്തിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ബോട്ടിൽ ഫുള്ള് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളറുള്ള ഗ്ലിറ്റർ പൗഡർ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ ആ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗിൽറ്റ് പേപ്പർ കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ബോട്ടിൽസ് ഒന്നും എടുക്കാനില്ലെങ്കിൽ അതിന് പകരം വലിയ ബോട്ടിൽ വേണമെങ്കിലും ഇതേ രീതിയിൽ ഗിൽറ്റ് പൗഡർ ഒട്ടിച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാൻ ബോട്ടിൽ ഫുള്ള് ഗിൽറ്റ് പൗഡർ ഒട്ടിച്ചിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന റെഡ് കളർ വൂളൻ ത്രെഡ് ഒരു 2-3 ലെയർ ചുറ്റി ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വൂളൻ ത്രെഡിന് പകരം വേണമെങ്കിൽ റെഡ് കളറുള്ള ചെറിയ റിബണൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും കെട്ടിക്കൊടുക്കാം കേട്ടോ. റിബൺ കെട്ടിക്കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചരട് കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ നീണ്ടു നിൽക്കുന്ന ചരട് ഞാൻ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ വെളുത്തുള്ളിയുടെ തൊലി ജസ്റ്റ് ഒരു ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ഞാനതും കൂടെ ആ ബോട്ടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ചരട് കെട്ടി കൊടുത്തില്ലേ അവിടെയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇലയൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ജസ്റ്റ് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. അതും അല്ലെങ്കിൽ ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതേ രീതിയിൽ 3 പീസ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ബീഡ്സും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ നീണ്ടു നിൽക്കുന്ന വൂളൻ ത്രെഡിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ബീഡ്സും കൂടെ ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പഴയ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കളയാതെ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.